ഒറ്റപ്പാലം ബ്രാഞ്ചിൽ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ചിലർക്കെതിരെ ഡെബിറ്റ് റിക്കവറി അസസ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള ഒരു മേൽ നടപടിയും ഇതുവരെ എടുത്തതായി കാണുന്നില്ല. അമ്പലക്കര ഫാക്ടറി ഉടമ മിസ്റ്റർ ബാബുരാജ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 3,78,00,000 രൂപ. ഭരതകലാക്ഷേത്രം ഡ്രാമാസ്കോപ്പ് ഓണർ മിസ്റ്റർ അശോക് രാജ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 97 ലക്ഷം രൂപ. ഒരു നാടക കമ്പനിക്ക് 55 ലക്ഷം രൂപ ലോണോ? വെറും നാടകമല്ല സാർ, ഡ്രാമാസ്കോപ്പാ. ഹെലികോപ്റ്റർ സ്റ്റേജിൽ ഇറങ്ങും, വണ്ടികൾ സ്റ്റേജിൽ ചീറിപ്പായും, രക്തരക്ഷസ്വരും പേടിപ്പിക്കും. എന്തായാലും ലോൺ എടുത്തിട്ട് ഒരു തവണ പോലും റീപേയ്മെന്റ് ചെയ്യാത്തവർക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. അത് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആക്ഷൻ എടുക്കാഞ്ഞിട്ടല്ല സാർ, അമ്പലക്കര ഫാക്ടറിയിൽ ഒരു റിക്കവറി നോട്ടീസ് പതിക്കാൻ പോലും നമുക്ക് പറ്റാഞ്ഞിട്ടാ. ഗുണ്ടായിസോ പലതവണ നമ്മുടെ സ്റ്റാഫിനെ വിരട്ടി ഓടിച്ചിട്ടുണ്ട് ആ ഫാക്ടറി ഓണർ അമ്പലക്കര ബാബുരാജ്. വായിൽ നിന്ന് വൃത്തികെട്ട ഭാഷ പുറത്തു വരുള്ളൂ. ഫുൾ ടൈം മദ്യപാനി. അത് നുണയാണ് സാർ. ഉറങ്ങുമ്പോൾ അദ്ദേഹം ഒരു തുള്ളി പോലും കഴിക്കാറില്ല. മാത്രമല്ല ആ സമയത്ത് കമാന്നൊരു അക്ഷരം മിണ്ടാറില്ല. ബാങ്ക് ഡീറ്റെയിൽസിൽ ഇയാള് വളരെ എഡ്യൂക്കേറ്റഡ് ആണല്ലോ. ലണ്ടനിൽ നിന്ന് MBA വരെ എടുത്തിട്ടുണ്ട് സാർ. ബാങ്ക് നിർത്ത ലോണിനൊക്കെ വലുതാണോ ലണ്ടനിൽ നിർത്ത MBA? മിസ്റ്റർ വിജയൻ, നമുക്ക് നിയമപരമായി തന്നെ നേരിടണം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ലോക്കൽ പോലീസിന്റെയൊക്കെ സഹായം നമുക്ക് ആവശ്യപ്പെടാം. ചക്രവർത്തി, അദ്ദേഹം മേക്കപ്പ് കഴിഞ്ഞു. എവിടെ അത്യാവശ്യമായിട്ടും കാണാൻ പറ്റില്ല. മേക്കപ്പ് കഴിഞ്ഞ് കോസ്റ്റ്യൂം ഇട്ടുള്ള 10 മിനിറ്റ് സമയം അദ്ദേഹം സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ലോകത്താണ്. എന്ന് പറഞ്ഞ ഈ ചക്രവർത്തി സിനിമയിൽ ഒരു താരമായാൽ പല ഹിറ്റുകളുടെയും പാർട്ട് 2-ൽ ഹീറോ ആയാൽ കൂടാതെ ദേശീയ പുരസ്കാരങ്ങളും കൂടി കിട്ടിയ അതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. അശോക ചക്രവർത്തിയുടെ സ്വപ്നം. ദൈവമേ, സ്വന്തം തൊപ്പി മണത്ത് ബോധം പോയാ. തുടങ്ങി. അതെ, ബാങ്കുകാര് ജപ്തി ചെയ്യാനായിട്ട് പോലീസുകാരായി നിന്റെ ഏട്ടന്റെ ഫാക്ടറിയിലേക്ക് പോയിട്ടുണ്ട്. അവരെ കാണുമ്പോ നിന്റെ ഏട്ടന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ വാക്കേറ്റവും പിന്നെ കയ്യേറ്റവും ഒടുവിൽ കൊലക്കുറ്റത്തിന് നിന്റെ ഏട്ടൻ അകത്താവും ചെയ്യും. കുറച്ചു മുമ്പ് ഏട്ടൻ വിളിച്ചപ്പോ പൂര ഫിറ്റായിരുന്നു. ഈ അവസ്ഥയിൽ അവരവിടെ എങ്ങനെ എത്തിയ എന്താ ചെയ്യാ? ഗോപിയാശാനെ, നാടകം അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുടങ്ങിയാ മതി കേട്ടോ. ഞാൻ വണ്ടി ഒന്ന് പുറത്തേക്ക് എടുക്കാം. നീ വരുന്നുണ്ടോ? നീ എന്തേലും ആവശ്യം പറഞ്ഞു വാട്ടാ. മതി ഇപ്പൊ തന്നെ ഓവറാണേ കഴിക്കണ്ട. ഞാൻ എന്റെ കാര്യമല്ല ചേട്ടന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഒഴിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? അത്ര മതി കഴിച്ച്. അയ്യോ, ചേട്ടനും അനിയനും കൂടി ആ ബാങ്കുകാരെ പറ്റിച്ചതിന്റെ പേരിൽ സന്തോഷിക്കാനല്ലേ? എങ്കിൽ ദുഃഖിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ടച്ചിങ്സ് ഇല്ലേ? ഇല്ല. നീ കാര്യം പറ. ഇന്നത്തെ സംഭവം വിശ്വംഭർ സാറിന്റെ അഭിമാന പ്രശ്നമായി. എന്തായാലും നിങ്ങൾ വട്ടം ചുറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജപ്തി നടപടികൾക്കായി ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ നിയമിതനായി. ഓംബുഡ്സ്മാൻ ബാലസുബ്രഹ്മണ്യം. ഒരു പാലക്കാരൻ പട്ടര. അയാളേത് പട്ടരായാലും ശരി പരട്ടയാലും ശരി, ഇവിടെ കാലുകുത്തിയാളുടെ ഞാൻ കാല് വെട്ടും. ചുമ്മാ ഇരിക്കുന്നേ, അവിടെ ഇരുന്നേ. ഇവനെന്താ പഠിച്ചു? നീ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇയാളെന്നെ പിഴപ്പിച്ചേനെ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ബാങ്ക് രഹസ്യങ്ങൾ ഇവിടെ ചോർത്താൻ പാടില്ലാന്ന്. ബാക്കി രഹസ്യം പട്ടി പറയും. പട്ടി ഇത് കുടിച്ചേ. വേണ്ട. അല്ല, നീ ഇത് കുടിച്ചേ. വേണ്ടെന്ന്. ശങ്കരനുണ്ണി. ബാക്കി പറയടാ. ബാക്കി ഈ ഫുള്ള് വെച്ചോ. ഇനി ഞാൻ നിന്നോട് മാത്രമേ പറയൂ. നീങ്ങ വന്നേ. ഈ ബാലസുബ്രഹ്മണ്യം ഒരു വെജിറ്റേറിയൻ പുപ്പുലിയ. അയാളുടെ വിധി കോടതി വിധിക്ക് തുല്യ. ഈ കാര്യത്തിന് മജിസ്ട്രേറ്റിന്റെ പദവിയാ. തിരിച്ചടക്കേണ്ട തുക തവണകളാക്കി തരാനും എഴുതി തള്ളാനും വരെ പവറുള്ള ആളാ. നാളെ ചെന്നൈയിൽ നിന്നെത്തും. ഫ്ലൈറ്റിലാ? അല്ല, വഞ്ചിക്ക്. കാര്യം പറയടാ. അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്ത് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കേണ്ട ചുമതല എനിക്കാണ്. താങ്ക് യു. നീ എന്തിനാ എനിക്കിട്ട് താങ്ക് യുടാ? എടാ, ബാങ്ക് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുന്നു. ആ പുപ്പുലിയെ സ്വീകരിക്കാൻ നിനക്ക് പകരം ഞാൻ പോകുന്നു. എന്റെ ജോലി പോണ ഏർപ്പാടാണ്. ഞങ്ങളുടെ കിടപ്പാടം പോണ ഏർപ്പാടാ. ശങ്കരനുണ്ണി, നിനക്ക് പകരം നാളെ ഞാനുണ്ട് അവിടെ എയർപോർട്ടില്. എനിക്ക് പണിയായല്ലോ. ശങ്കരനുണ്ണി, നമ്മുടെ ബാഗ് എടുത്തിട്ട് ഓടുന്നടാ. പെണ്ണുമ്പിള്ള ജോലി ചെയ്യാനും സമ്മതിക്കില്ല. ഭദ്രമായിട്ട് ഇവിടെ ഇരുന്നു. ഡ്രൈവർ ഞാനാ, വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. പോലീസ്! അയ്യോ, ഞാൻ പോലീസ് അല്ല. കള്ളൻ. ഞാൻ കള്ളനുമല്ല, പോർട്ടർ.
ഈ കൂലി 7-ാം കൂലിയല്ല, വെറും കൂലി. പിന്നെ എന്തിനാ നീ പെട്ടിയെടുത്ത് ഓടിയത്? എന്നിട്ട് അത് കൊണ്ടുവന്ന് എന്തിനാ ടാക്സിയിൽ വെച്ചത്? അയ്യോ, ഞങ്ങൾ പോർട്ടർമാർ ഇങ്ങനെ പെട്ടി കണ്ട വിടില്ല. എന്റെ കൂലി തന്നിട്ട് സാറന്മാര് ടാക്സിയിൽ കയറി പോയാട്ടെ. ഞങ്ങൾക്ക് ഈ ടാക്സിയിൽ പോണ്ടെങ്കിലോ? ഡേയ്, സാറിന് ടാക്സി വേണ്ടെന്ന്. അതിലൊന്ന് കയറിയാൽ എന്തായിരുന്നു? മോനെ, ഒരു നിമിഷം. അതെ, ഈ സാറന്മാരുടെ പെട്ടി ആ വണ്ടിക്കകത്തായി പോയി. ഞാൻ ഒന്ന് പോയി എടുത്തിട്ട് വരട്ടെ, ഒരു 5 മിനിറ്റ്. പെട്ടിയായിട്ട് വരുമ്പോ ഇവിടെ തന്നെ കാണണേ. എന്നാലും എന്റെ താങ്ങും തണലും അല്ലേ ആ കള്ളം കട്ടണ്ടു പോയത്? എന്ത് ജെട്ടി. അയ്യേ, അപ്പൊ നീ ഇപ്പോ? ഇല്ലെന്നേ, ആ കള്ളം കട്ടണ്ട ബാഗിലായിരുന്നില്ല അത്. ഏതായാലും റിസോർട്ടിൽ മുറിയെടുത്ത് വലിയ മണ്ടത്തരമായി പോയി. എടാ, ഇത് രാജക്കാരുടെ റിസോർട്ടല്ലേ? ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് ആൾക്കാരുടെ വിഹാര കേന്ദ്രമാണിത്. എടാ, നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ യാദൃശ്യമായിട്ട് അവളെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിക്കും. എടാ ദേ, നമുക്ക് ഊണ് കഴിക്കണ 2 എണ്ണം കഴിക്കാം. ഹലോ ഹലോ, പിന്നെ വിളിക്കൂ, ഞാൻ ഒരുപാട് മീറ്റിംഗിലാണ്. അതെ അതെ അതെ, ഓക്കെ. ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹൗ ഓൾഡ് ആർ യു? ഓക്കെ. എവിടെയാ നമ്മൾ കണ്ടു? നല്ല പരിചയമുണ്ടല്ലോ. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല. ബട്ട് ഐ ആം എ കോടീശ്വരൻ. കണ്ണിൽ കണ്ടാൽ ഹംസ മുതലാളി എന്ന് വിളിക്കും. ആരെ? എന്നെ. ഓ, സർ ഓർഡർ പ്ലീസ്. ആള് മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെയാ ഓടുന്നത്? സർ ഓർഡർ പ്ലീസ്, ഞാനൊന്ന് ഓർഡർ ചെയ്യട്ടെ. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഓക്കെ 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 ഓക്കെ. മണ്ടന്മാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവൻ തന്നെയല്ലേ ഇവൻ? അവൻ തന്നെയാ. അവൻ എവിടം വരെ പോകും നോക്കാം. പ്രിയപ്പെട്ട എല്ലാ റോസ് ക്ലബ്ബ് അംഗങ്ങളും ദയവായി ആ പെട്ടിക്കള്ളം നമ്മളെ വിരലേല് നിർത്തിയിട്ട് മുങ്ങിയോ? ത്തോടനുബന്ധിച്ച് റോസ് ക്ലബ്ബ് ഇവിടെ എടാ, ദേ അവൻ. താങ്ക് യു. വരും മേഡം. ഇതിലെ വയസ്സ് 65 പ്രായം മറന്നുള്ള കോലം കണ്ടില്ലേ? ആരേത്? ഒരു തൈ കിളവിയേയും കൊണ്ടുപോകുന്നു. തൈപ്പൂയ കാവടിയാട്ടം. ദാ, അവൻ പിടിക്കടാ. ഇവന്മാര് പോയില്ലേ? എന്റെ അമ്മോ! എടാ നിന്നെ! എന്താ പ്രശ്നം? കണ്ടില്ലേ, പട്ടാ പകൽ ഒരുത്തൻ പെണ്ണുങ്ങളോട് അവമര്യാദയെ പെരുമാറിയത്. എന്താടോ ഇത്? ഞാനാ. ഇവരെല്ലാവരും കൂടി എന്റെ എയർപോർട്ട് തകർത്തടാ. ഇനി എന്റെ പ്ലെയിൻ ടേക്ക് ഓഫ് ആവില്ല. Stop it. ഇന്ദു, ഈ ആവാസന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്ക്. 2 പേരുടെ മേലെയും കേസ് എടുക്കാൻ പറ. മാഡം, വനിതാ ദിനം, വനിതാ മോചനവേദി, ഇതൊക്കെ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതി കാലത്തെ ഒരു സ്ത്രീയെ പിടിച്ചാൽ ബലാത്സംഗ വീരനാണെന്ന് പറയരുത്. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ. അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഹായ്, താൻ കലക്കി. ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ കുട്ടി ആണാണെന്ന് ജനിച്ചപ്പോഴേ അറിഞ്ഞതാണ്. അതെ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. എന്താ പേര്? ശർക്കര പുരട്ടി. അശോക ശർക്കര പുരട്ടി. ചക്രവർത്തി. ചക്രവർത്തി എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളിങ്ങനെ ഒരു ജോലി നോക്കിയിട്ട്. ഏതുവരെ പഠിച്ചു? MBBS, MBA, BA, BH. സാധാരണ ABCD എന്നാണല്ലോ പഠിക്കുന്നത്. ഇതിപ്പോ ഓർഡർ മാറിയാണല്ലോ പഠിച്ചു വെച്ചിരിക്കുന്നത്. താനോ? ഞാനൊരു വക്കീലാ. സാറിന് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എനിക്ക് തന്നു കഴിഞ്ഞാ. വല്ല പെട്ടി കേസനെ കൊടുക്ക് സാറേ. പെറ്റി കേസ്. നിങ്ങളെ 2 പേരെയും ഞാൻ ഇന്നു മുതൽ എന്റെ അസിസ്റ്റന്റ്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. ദിവസക്കൂലി 500 രൂപ. എന്താണോ പണി? ഞാനൊരു കോടീശ്വരിയായ പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നു. അതിന് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ആരാണ് പെൺകുട്ടി? പുറത്തു പറയരുത്. അത്രക്ക് മോശക്കാരിയാണോ? ഐ മീൻ ടമാർ പെടാ ഠേഠോ? അല്ലെന്ന്. ഈ റിസോർട്ടിന്റെ ഉടമസ്ഥ കോടീശ്വരിയായ രാജമല്ലിക. രാജമല്ലിക അല്ല, രാജമല്ലികയുടെ ഒരേ ഒരു മകൾ രാജലക്ഷ്മി.